ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹീറോ CBZ എക്സ്ട്രീം വണ്ടി സെൽഫിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ട് വന്നതാണ്. അപ്പോൾ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി കയറ്റിയിരുന്നു. അപ്പോൾ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് മെയിനായിട്ട് കാണിച്ച് സെൽഫ് മോട്ടറിൻ്റെ കംപ്ലയിൻ്റ് ആണ് കേട്ടോ. സെൽഫ് മോട്ടറിൻ്റെ ഈ ഒരു കാർബൺ പൊട്ടിപ്പോയിരിക്കുകയാണ് ഇവിടെ. ഇത് പൊട്ടിപ്പോയതിൻ്റെ ഒരു കംപ്ലയിൻ്റാണ് കാണിച്ചിട്ടുള്ളത്. ഇതൊരു തവണ നമ്മൾ അയച്ച് റിപ്പയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അയച്ച് റിപ്പയർ ചെയ്തിട്ട് സോൾഡറിങ് ഒക്കെ ചെയ്തിട്ടാണ് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സോൾഡർ ചെയ്ത ഭാഗത്ത് പൊട്ടിപ്പോയിരിക്കുകയാണത്. അതുപോലെ ഇവിടുത്തെ സ്ക്രൂവൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. അങ്ങനെ ഇതിപ്പോൾ പൂർണ്ണമായിട്ട് ആ കംപ്ലയിൻറ്റ് മാറണമെങ്കിൽ ആ സെൽഫ് മോട്ടർ മാറ്റേണ്ടി വരില്ല. സെൽഫ് മോട്ടറിൻ്റെ കംപ്ലയിൻ്റാണ് കാണിക്കുന്നത്. ഇതാണ് ഇതിപ്പോൾ ഇനി വീണ്ടും നമുക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ വീണ്ടും ആ കംപ്ലയിൻറ്റ് റിപ്പീറ്റ് കാണിക്കുന്നത്. അപ്പോൾ അത് സെൽഫ് മോട്ടർ മാറ്റി കഴിഞ്ഞാലാണ് ആ കംപ്ലയിൻറ്റ് മാറുന്നത്. അപ്പോൾ സെൽഫ് മോട്ടർ മാറ്റണം. അതിൻ്റെ ആ കൂട്ടത്തിൽ തന്നെ അതിൻ്റെ സെൽഫിൻ്റെ ഈ ഒരു റിലേ നമുക്ക് മാറ്റിയിടണം. ഇത് രണ്ടും കൂടി ഒരുമിച്ചാണ് മാറ്റേണ്ടത്. സെൽഫ് മോട്ടറും അതിൻ്റെ റിലേ. ഇത് നമ്മൾ ആ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറയും കൊണ്ട് അതിൻ്റെ ബാറ്ററി കൂടി ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ബാറ്ററി ഇരിക്കുന്നത് ടാറ്റ പറഞ്ഞൊരു കമ്പനിയുടെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. അപ്പോൾ നിലവിൽ നമ്മൾ പുതിയ മോട്ടറൊക്കെ വെച്ച് നോക്കിയിട്ട് സെൽഫൊക്കെ വർക്കിംഗ് ആക്കിയിരുന്നു. സെൽഫൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാലും ബാറ്ററിയുടെ ഭാഗം കൂടി ഒന്ന് ചെക്ക് ചെയ്ത് പോയിട്ട്. അപ്പോൾ ബാറ്ററി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ 12.92 വോൾട്ട് കാണിക്കുന്നുണ്ട്. ആ ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. ബാറ്ററിയുടെ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ടോ, അല്ല കംപ്ലയിൻ്റ് ആണോ ഓക്കെ ആണോ. ബാറ്ററി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. ഈ റെഡ് ലൈറ്റാണ് കത്തിരിക്കുന്നത്. അപ്പോൾ ബാറ്ററി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്. ഇനിയും കൂടുതൽ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കുമ്പോൾ അത് ബാറ്ററിയാണ്. അപ്പോൾ ആ സമയത്ത് ബാറ്ററി ഒന്ന് മാറ്റി കളഞ്ഞാൽ മതി കേട്ടോ. ഇപ്പോൾ നമുക്ക് സെൽഫും മോട്ടറും അതുപോലെ സെൽഫിൻ്റെ റിലേ മാറ്റണം. അപ്പോൾ അത് മാറ്റി വരുന്നതിനുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്പയർ ചെയ്താൽ മതി. ഓക്കെ.